അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നിരവധി ആളുകളെ നമ്മൾ കൊണ്ടുപോയി ഖബറടക്കി. ഖബറിൽ എന്തായിരിക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ ജീവിതകാലം അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ട് അനുഭവിക്കുന്ന കാലമാണ്. അതിനപ്പുറമുള്ള പരലോകത്തും അങ്ങനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൽ അല്പകാലം ജീവിക്കാൻ എത്ര ലക്ഷങ്ങൾ പൊടിച്ചാണ് നാം ഒരു വീടുണ്ടാക്കിയത്? എങ്കിൽ ആ ഖബറിൽ നമുക്ക് താമസം ഒരുക്കാൻ നാം എന്ത് ചെയ്യും? ഇതാ നമ്മുടെ മുന്നിൽ വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. എടവണ്ണ മണ്ഡലത്തിന്റെ കേന്ദ്രമായ ദാറുൽ തൗഹീദ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ തകൃതിയായി അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്ട് പൂർത്തീകരിക്കുന്നതിന്. ഈ ഒരു വിശാലമായ മണ്ഡലത്തിന്റെ സകല ദഅവാ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമാണ് ദാറുൽ തൗഹീദ്. യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം അത് ജനമനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള ശക്തമായ പ്രബോധന പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രമാണ് ദാറുൽ തൗഹീദ്. എടവണ്ണയുടെ ഹൃദയഭാഗത്ത് 28 സെന്റ് സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന സ്ഥാപന സമുച്ചയമാണ്. 550-ലധികം ആളുകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം. അതിനു പുറമെ ഡെയിലി മദ്രസ, ആഴ്ചതോറും സ്കൂൾ ഓഫ് ഖുർആൻ, ഹിഫ്ദ് പഠനത്തിനുള്ള ഹിഫ്ദ് കോളേജ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ആളുകൾക്കുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തുടങ്ങി ഇസ്ലാമിക് ലൈബ്രറി, വീഡിയോ ആൻഡ് ഓഡിയോ സ്റ്റുഡിയോ, വിവിധങ്ങളായ ഇസ്ലാമിക പ്രബോധന, സേവന, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി വർത്തിക്കാൻ പോവുകയാണ്. പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇനിയും ആവശ്യമാണ്. 2 കോടിയിലധികം രൂപ നമുക്ക് ആവശ്യമാണ് ഈ ഒരു സൗധം പടുത്തുയർത്തി അതിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് 1800 രൂപയാണ്. ഒരാൾക്ക് നമസ്കരിക്കാനുള്ള മുസല്ലയ്ക്കുള്ള സ്ഥലം അതിനാവശ്യമായത് 20,000 രൂപയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പരമാവധി ഈ പുണ്യമാസത്തിൽ നൽകിക്കൊണ്ട് നമ്മുടെ ഖബറിലേക്കുള്ള ഒരു വരവ് ഉറപ്പിക്കാൻ തയ്യാറാവണം. ദാനധർമ്മത്തിന്റെയും പുണ്യകർമ്മങ്ങളുടെയും മഹനീയമായ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലനിൽക്കുന്ന ജാരിയായ സ്വതക്കുള്ള ഈ ഒരു അവസരം. നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ ഭാഗമാണ്. എങ്കിലും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഖബറിലേക്കും നമ്മുടെ നന്മയുടെ ഭാഗത്തേക്കും ഒരു വരവുണ്ടാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആശംസിക്കുകയാണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.